ബിഗ് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള പെൺകുട്ടിയുടെ നില മാറ്റമില്ലാതെ തുടരുകയാണ്. മലപ്പുറം മുന്നിയൂർ സ്വദേശിയായ പെൺകുട്ടി വെന്റിലേറ്ററിലാണുള്ളത്. കടലുണ്ടിപ്പുഴയിൽ കുളിച്ചപ്പോഴാണ് അമീബ കുട്ടിയുടെ ശരീരത്തിൽ പ്രവേശിച്ചത് എന്നാണ് നിഗമനം. രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശത്ത് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. അനീഷ് കുമാർ തുടരുന്നുണ്ട് കോഴിക്കോട്. അനീഷ്, അത്ര പരിചിതമല്ലാത്ത ഒരു രോഗത്തിന്റെ പേരൊക്കെയാണ്. എത്രമാത്രം ഒരു ഗുരുതര സാഹചര്യം അല്ലെങ്കിൽ അതൊരു ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടോ അവിടെ? ആശങ്കയ്ക്കുള്ള സാഹചര്യമുണ്ടോ അവിടെ? എൽദോ, ഈ പെൺകുട്ടിയുടെ അവസ്ഥ, 5 വയസ്സുകാരുടെ അവസ്ഥ ഇപ്പോഴും അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നതാണ് ആശങ്കയ്ക്ക് വക നൽകുന്ന കാര്യം. ഇപ്പോഴും വെന്റിലേറ്റർ സഹായത്തോടു കൂടിയാണ് ആ കുട്ടി ശ്വസിക്കുകയും ചെയ്യുന്നത്. മറ്റ് 4 പേർ കൂടി ഇത്തരത്തിൽ കുട്ടികൾ കൂടി ഈ സമാനമായ രോഗലക്ഷണങ്ങളോടുകൂടി ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഈ മസ്തിഷ്ക ജ്വരത്തിൻ്റെ അതേ ലക്ഷണങ്ങൾ തന്നെയാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിലും പ്രകടമാവുന്നത്. പ്രത്യേകിച്ചും കടുത്ത പനി ഉണ്ടാവും, തലവേദന, ഛർദി, ഒപ്പം അപസ്മാരം എന്നിവയാണ് ഈ രോഗലക്ഷണങ്ങളായി കണ്ട്. നിലവിൽ നമ്മുടെ ചികിത്സാ പ്രോട്ടോക്കോളുകൾ പ്രകാരം ഈ രോഗത്തിന് പ്രത്യേക ചികിത്സ ലഭ്യമല്ല എന്നാണ് ആരോഗ്യ പ്രവർത്തകരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ രോഗലക്ഷണങ്ങൾ ചികിത്സ നൽകുക, പ്രത്യേകിച്ചും ഈ ശ്വാസകോശം, ഹൃദയം എന്നിവയുടെ പ്രവർത്തനം നിലനിർത്തുക, അപസ്മാരം നിയന്ത്രിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ രോഗലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട ചികിത്സ ചെയ്യാനുള്ളത്. എന്തായാലും നിലവിൽ ലക്ഷണങ്ങളോടുകൂടി ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ അവസ്ഥ തൃപ്തികരമാണ്. അല്ലെങ്കിൽ കടുത്ത ലക്ഷണങ്ങളിലേക്ക് അവർ പോകുന്നില്ല എന്നത് ആശ്വാസകരമാണ്. പക്ഷേ ചികിത്സയിൽ ഇരിക്കുന്ന കുട്ടി ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നു എന്നതാണ് വസ്തുത. ഈ കുട്ടികളിലും കൗമാരക്കാരിലുമൊക്കെയാണ് പ്രധാനമായും ഈ രോഗം കണ്ടു വരിക. കാരണം ഇത്തരം ഒരു അമീബ അവരുടെ ശരീരത്തിൽ പ്രവേശിച്ചാലാണ് ഈ മസ്തിഷ്ക ജ്വരം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുക. എന്താണ് ഇതിന് പ്രത്യേക കാരണം? പ്രത്യേകിച്ചും ഈ പ്രതിരോധ ശക്തിയിലുണ്ടാകുന്ന കുറവ്, ഏറ്റക്കുറച്ചിൽ ഒക്കെ അനുസരിച്ചാവും ഒരുപക്ഷെ ഈ അമീബ കുട്ടികളെ ബാധിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഈ ശുദ്ധജലത്തിൽ വസിക്കുന്ന ഒരുതരം അമീബയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ ക്ലോറിനേറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ഉപ്പുവെള്ളം ഇല്ലാത്ത അണുരഹിതമല്ലാത്ത ഈ ശുദ്ധജലത്തിൽ നിന്നാണ് ഇവ പകരുന്നതെന്നാണ് കരുതുന്നത്. എന്തായാലും നിലവിൽ ഈ മുന്നൂറിൽ തന്നെ പുഴയിൽ കുളിച്ചപ്പോഴാണ് ഈ ബാധ ഈ കുട്ടിക്ക് ഏറ്റത് എന്നൊരു സംശയമാണുള്ളത്. മറ്റു കുട്ടികളും സമാനമായി തന്നെ ഇത്തരത്തിൽ അവിടെ കുളിച്ചപ്പോഴാണ് അവർക്കും ഈ ഉണ്ടായത് എന്ന് സംശയം പ്രകടിപ്പിക്കുന്നു. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഈ രോഗം പകരില്ല എന്നതാണ്. പക്ഷേ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒരു രോഗമാണ്. ഇതിന് കൃത്യമായ ചികിത്സ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ഇതിൻ്റെ മരുന്നുകൾ കേരളത്തിൽ ലഭ്യമല്ല എന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും ആരോഗ്യ സംഘം വളരെ ജാഗ്രതയോടുകൂടി തന്നെ ഈ 5 വയസ്സുകാരിയുടെയും മറ്റ് ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കപ്പെട്ട മറ്റു കുട്ടികളുടെയും ആരോഗ്യനില നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ രോഗലക്ഷണങ്ങൾക്കുള്ള ചികിത്സ കൃത്യമായി നൽകുന്നുമുണ്ട്. എൽദോ, ഓക്കെ, എന്തായാലും അതിവേഗത്തിൽ ആ പെൺകുട്ടി സുഖം പ്രാപിക്കട്ടെ. ഈ അസുഖത്തിന്റെ ഒരു മരുന്ന് ലഭ്യമല്ല എന്നുള്ളതാണ് അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. എന്നാലും ഈ പുഴയിൽ ഇറങ്ങി കുളിച്ചപ്പോഴാണ് ആ അമീബ ശരീരത്തിനുള്ളിൽ കടന്നത് എന്നുള്ള ഒരു കണക്കുകൂട്ടൽ നിഗമനത്തിലാണ് വൈദ്യസംഘമുള്ളത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ